കൽക്കട്ടയിൽ ഒരു ലേഡി ഡോക്ടറെ ആശുപത്രി കെട്ടിടത്തിനകത്ത് വെച്ച് ബലാത്സംഗം ചെയ്ത സംഭവം രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾക്ക് തിരികൊളുത്തിയിട്ട് ദിവസം കുറച്ചായി. ആദ്യം ഡോക്ടർമാരാണ് പ്രതിഷേധിച്ചത്, പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ അത് ഏറ്റെടുത്തു. ആശുപത്രിക്ക് മുമ്പിൽ വലിയ സമര പരിപാടികൾ ആരംഭിച്ചു. ഈ സമരക്കാരെ തൃണമൂൽ കോൺഗ്രസ്സുകാരെന്ന് കരുതപ്പെടുന്ന ചില ഗുണ്ടകൾ ചേർന്ന് കൈകാര്യം ചെയ്തു. ആശുപത്രി തന്നെ അടിച്ചു പൊളിച്ചു. ഈ ആശുപത്രിയിലെ പ്രിൻസിപ്പൽ ജോലി രാജിവെച്ച് വീട്ടിൽ പോകാം എന്ന് വിചാരിച്ചപ്പോൾ മമതാ ബാനർജി അദ്ദേഹത്തെ ഇതിനേക്കാൾ സൗകര്യമുള്ള മറ്റൊരു കോളേജിൽ പോസ്റ്റ് ചെയ്തു. മാത്രമല്ല, ഈ കുറ്റകൃത്യം നടന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത് എന്ന ആരോപണമുണ്ട്. ഈ സംഭവം ഉണ്ടായപ്പോൾ വളരെ പൈശാചികമായ രീതിയിലാണ് ഈ ഡോക്ടർ കൊല ചെയ്യപ്പെട്ടത് എന്നിരിക്കലും ഇത് ആത്മഹത്യയാണ് എന്ന രീതിയിലാണ് ആശുപത്രി അധികൃതർ ഇവരുടെ വീട്ടുകാരെ അറിയിച്ചത്രേ. അതുകൂടാതെ തെളിവുകൾ തേച്ചുമാറ്റി കളയാനുള്ള ശ്രമമുണ്ടായി. യഥാർത്ഥ പ്രതി എന്ന് കരുതപ്പെടുന്ന അയാൾ മാത്രമല്ല, വേറെയും പ്രതികളുണ്ട് എന്ന് സംശയമുണ്ടായി. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അതിശക്തമായ രീതിയിൽ മമതാ ബാനർജിക്കെതിരായ നിലപാടുമായിട്ട് രംഗത്ത് വന്നു. ആ സർക്കാരിൽ നിന്ന് പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം വാങ്ങാൻ അവർ കൂട്ടാക്കിയില്ല. ആകെ പ്രശ്നമായി. അപ്പോഴത്തേക്കും ബി ജെ പിക്കാർ കാവിക്കൊടി പിടിച്ചു, സി പി എംകാർ ചെങ്കൊടി പിടിച്ചും സമരത്തിന് വന്നു. എന്നാൽ കോൺഗ്രസ്സുകാരെങ്കിലും ഈ മമതാ ബാനർജിയെ സഹായിക്കട്ടെ, അവരും ചെയ്തില്ല. രാഹുൽ ഗാന്ധി തന്നെയും മമതാ ദീദിയെ തള്ളിപ്പറഞ്ഞു. കൽക്കട്ടയിലുണ്ടായത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, കോൺഗ്രസ്സിലെ ഡൂക്കിളി നേതാക്കന്മാർ വരെ ദീദിയെ കുറ്റപ്പെടുത്തുന്ന ഒരു കലാപരിപാടിയിൽ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ അധോലോക നായകനായിരുന്ന പപ്പു യാദവ് വരെ മമതാ ബാനർജിയെ കുറ്റപ്പെടുത്തി എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ സ്ഥിതി. സി പി എംകാർ ഒരു ഭാഗത്ത്, ബി ജെ പിക്കാർ മറുഭാഗത്ത്. കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്നും ദീദിക്ക് വലിയ പ്രഹരം നേരിടേണ്ടതായിട്ട് വന്നു. പ്രിൻസിപ്പളിനെ അപ്പം തന്നെ നീക്കം ചെയ്യാനായിട്ട് കോടതി ഉത്തരവിട്ടു. അതിനും പുറമെയാണ് സുപ്രീം കോടതി. സാധാരണയിൽ ഹൈക്കോടതി വിധിക്കെതിരെ ഒരു ആശ്വാസം കിട്ടുന്നത് സുപ്രീം കോടതിയിൽ നിന്നാണ്. സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. എന്ന് മാത്രമല്ല, ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചിൽ തന്നെ ആ കേസ് പോസ്റ്റ് ചെയ്തു. അദ്ദേഹം ഇത് രാജ്യത്തിന് തന്നെ അവമാനമാണ്, നാണക്കേടാണ്, വലിയ കഷ്ടമാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് എടുത്തിട്ട് അലക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കേസ് നീണ്ടുപോവുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും പ്രഹരം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് മമതാ ബാനർജിക്കും പശ്ചിമ ബംഗാൾ ഗവൺമെൻറ്. ഗവർണർ ആനന്ദ ബോസാണെങ്കിൽ ഈ സർക്കാരിനെ തള്ളി താഴിടാൻ എന്താ മാർഗം നോക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഡൽഹിയിലെത്തി രാഷ്ട്രപതിയെ കണ്ടിട്ടുണ്ട്, അതുകൂടാതെ അമിത്ഷായെയും കണ്ടിട്ടുണ്ട്, മറ്റു പലരെയും കണ്ടിട്ട് തിരിച്ചു വരുള്ളൂ. തിരിച്ചു വരുമ്പോൾ മമതാ ബാനർജിയെ പിരിച്ചുവിടാനുള്ള കടലാസുമായിട്ടായിരിക്കും എന്നും ആളുകൾ പറയുന്നുണ്ട്. അത്ര എളുപ്പത്തിലൊന്നും ഒരു സർക്കാരിനെ പിരിച്ചുവിടാൻ പറ്റുകയില്ല. പക്ഷേ ദീദിയുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ്. മലയാള മനോരമ പോലും മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. മമതാ ബാനർജിയുടെ ജനപ്രീതി വല്ലാതെ ഇടിഞ്ഞു. ചെറുപട്ടണങ്ങളിൽ പോലും സർക്കാർ വിരുദ്ധ പ്രകടനങ്ങൾ നടക്കുകയാണ്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ റോഡിലിറങ്ങി സമരം ചെയ്യുന്നു. നേരത്തെ സന്ദേശ് ഖാലിയുടെ കാര്യത്തിൽ രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു. ഇത് ബഹുജന പ്രക്ഷോഭമാണ്. തൃണമൂൽ കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാർ തന്നെ മമതയെ കുറ്റപ്പെടുത്തുന്നു. ഈ പോക്ക് പോയാൽ നന്ദിഗ്രാം ആവർത്തിക്കും എന്നൊക്കെ അവർ പറയും. അപ്പോൾ ഇതാണ് മനോരമ നൽകുന്ന ഒരു സന്ദേശം. ദേശീയ പത്രങ്ങളുടെയും ചാനലുകളുടെയും കാര്യം പറയേണ്ടതില്ല. കൽക്കട്ടയിൽ നിന്ന് ഇറങ്ങുന്ന ടെലഗ്രാഫ് പത്രം പോലും ദീദിക്ക് വളരെ പ്രതികൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. വന്നിട്ടും പോയിട്ടും ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ദീദിക്ക് ഒരു ആശ്വാസവാക്ക് പറയാനായിട്ട് ആകെ ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവാണ്. അഖിലേഷ് മാത്രമാണ് ദീദി വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തത്, പക്ഷേ ആളുകൾ അവരെ തെറ്റിദ്ധരിച്ചു എന്ന രീതിയിലൊരു അഭിപ്രായം പറഞ്ഞു. രാഹുൽ ഗാന്ധി വരെ കുറ്റപ്പെടുത്തി. അതുകൂടാതെ പിന്നെ ദീദിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മൗദൂദി ചാനൽ മാത്രമാണ്. മൗദൂദി ചാനലിൽ അടുപ്പൂട്ടി ചർച്ചയ്ക്ക് ഇരിക്കുന്ന സഖാവ് ദാവൂദ് സാഹിബ് മമതാ ബാനർജിക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് മമതാ ബാനർജിയെ താഴെ ഇറക്കാനുള്ള സാമ്രാജ്യത്വ ഗൂഢാലോചനയാണ്. ഇതിൻ്റെ പുറകിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അതുപോലെ സംഘികളുടെയും ക്രിസംഖികളുടെയും ഗൂഢാലോചനയാണ്. സത്യത്തിൽ മമതാ ബാനർജിയുടെ ഭരണം എന്ന് വെച്ചാൽ വളരെ ഗംഭീരമാണ്. അവിടെ ഇങ്ങനെ പാലും തേനും ഒഴുകുകയാണ് റോഡിൽ കൂടി. അങ്ങനെയുള്ളൊരു ഭരണം ഈ മാവേലി നാടുവാണ കാലം പോലെ ഇങ്ങനെ നടക്കുമ്പോൾ
സ്വാഭാവികമായിട്ടും ദുഷ്ടശക്തികൾക്ക് അതിൽ വലിയ കണ്ണിക്കടി ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ദുരാരോപണമായിട്ട് വന്നിട്ടുള്ളത്. ഈ പെണ്ണിനെ യഥാർത്ഥത്തിൽ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ ദാവൂദ് സാഹിബിന് സംശയമുണ്ട്. ഇനി അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഷ്ടമായി പോയെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ സംഭവത്തിൻ്റെ പേരിൽ ഇത്ര വലിയൊരു പ്രക്ഷോഭം രാജ്യത്ത് നടത്തേണ്ടതിൻ്റെ ആവശ്യമില്ല. അതായത് കൽക്കട്ടയിലെ ഡോക്ടർമാർ സമരം ചെയ്യുന്നു, ഡൽഹിയിൽ സമരം ചെയ്യുന്നു, ആലുവയിലും പെരുമ്പാവൂരും വരെ ഡോക്ടർമാർ സമരം ചെയ്തു. പിന്നെ വനിതാ സംഘടനകൾ വേറെ വശത്ത്, അതുകൂടാതെ സാംസ്കാരിക നായകന്മാർ മൂന്നാമൊരു ഭാഗത്ത്. ഇതിനൊക്കെ പുറമെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ളൊരു പ്രാധാന്യം ഈ കേസിനുണ്ടോ എന്നുള്ളത് സാഹിബ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെ മമതാ ബാനർജിയോട് സഹതാപമുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തിയത് സാഹിബിൽ മാത്രമാണ്. ഏതായാലും ദാവൂദ് സാഹിബിനെ പോലെ ഹൃദയവിശാലതയുള്ള ഒരാൾ ഇത്രയും പ്രധാനപ്പെട്ടൊരു വിഷയത്തിൽ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത് ജോറായി. അല്ലെങ്കിൽ പാവം മമതാ ബാനർജി ആകെ വിഷമിച്ചു പോയി. ഇത് കഴിയുമ്പോൾ ബാനർജി അവിടെ നിന്നൊരു വിമാനം അയച്ച് സാഹിബിനെ അവിടെ കൊണ്ടുപോയി കാൽക്കട്ടയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരുത്തും. മിക്കവാറും മാധ്യമ ഉപദേശകനായിട്ടോ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായ സംരക്ഷകനായിട്ടോ എന്തെങ്കിലുമായിട്ട് ഇരുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ സാഹിബൊന്നും അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആളല്ല, അതിലൊന്നും അങ്ങനെ ആസക്തി വെച്ച് പുലർത്തുന്ന ആളുമല്ല. മാത്രമല്ല പുള്ളി കാൽക്കട്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ അടുപ്പ് കൂട്ടാനായിട്ട് ആളെ കിട്ടാതെ ചാനലിൽ വിഷമിക്കുകയും ചെയ്യും. ഏതായാലും സംഗതികൾ ജോറായിട്ട് നടക്കട്ടെ. സാഹിബിനെ പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കൊണ്ട് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും വലിയ കൃതജ്ഞതയുണ്ട്, നന്ദിയുണ്ട്. ഇതുപോലുള്ള തമാശകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അതിന് കാത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. ഖുദാ ഹാഫിസ്.